ഹലോ, വെൽക്കം ബാക്ക് ടു കമോൺ ടെക് ഹാൻഡ്സ്. ഇപ്പോൾ നമ്മുടെ വീടുകളിലേക്കൊക്കെ വൈദ്യുതി ലഭിക്കുന്നത് ഏതെങ്കിലും ഒരു സബ്സ്റ്റേഷൻ മുഖേനയാണ്. എന്തിനാണ് സബ്സ്റ്റേഷനുകൾ വഴി വൈദ്യുതി നമ്മളിലേക്ക് എത്തുന്നത്? അപ്പോൾ എന്താണ് സബ്സ്റ്റേഷൻ? സബ്സ്റ്റേഷൻ കൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? ഈ വൈദ്യുത പ്രസരണ മേഖലയിൽ സബ്സ്റ്റേഷന് വരുന്ന ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ വീഡിയോയിൽ ഇന്ന് നോക്കാം. ഒരു സബ്സ്റ്റേഷൻ എന്നാൽ അവിടെ നടക്കുന്ന പ്രധാന പ്രവർത്തനം എന്ന് പറയുന്നത് ഉയർന്ന വോൾട്ടേജിൽ ലഭിക്കുന്ന വൈദ്യുതി നമ്മുടെ ആവശ്യാനുസരണം ഉപയോഗിക്കുന്നതിനായി രൂപപ്പെടുത്തുക എന്നതാണ്. കോളേജിൽ പഠിക്കുന്ന സമയത്ത് സബ്സ്റ്റേഷന്റെ ഡെഫിനിഷൻ പഠിച്ചിട്ടുണ്ടാവും. അതായത് ദ അസംബ്ലി ഓഫ് അപ്പാരറ്റസ് യൂസ്ഡ് ടു ചേഞ്ച് സം ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇലക്ട്രിക്കൽ സപ്ലൈ. അതായത് ചില അസംബിൾ ചെയ്ത അപ്പാരറ്റസ് യൂസ് ചെയ്തിട്ട് ഇലക്ട്രിക്കൽ സപ്ലൈയിലെ ചില ക്യാരക്ടറിസ്റ്റിക്സ് ചേഞ്ച് ചെയ്തിട്ട് യൂസ് ചെയ്യാനാണ് നമ്മൾ സബ്സ്റ്റേഷൻ യൂസ് ചെയ്യുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ വോൾട്ടേജ് സ്റ്റെപ്പ് അപ്പോ സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് യൂസ് ചെയ്യുക, അതുപോലെ AC ടു കൺവേർട്ട് DC, ഫ്രീക്വൻസി ചേഞ്ച്, അങ്ങനെ ചെറിയ ക്യാരക്ടറിസ്റ്റിക്സ് ചേഞ്ച് ചെയ്തിട്ട് ഇലക്ട്രിക്കൽ സപ്ലൈയിലെ ചെറിയ ക്യാരക്ടറിസ്റ്റിക്സ് ചേഞ്ച് ചെയ്തിട്ട് യൂസ് ചെയ്യാനാണ്, നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനാണ് സബ്സ്റ്റേഷൻ യൂസ് ചെയ്യുന്നത്. വൈദ്യുത പ്രസരണ ശൃംഖലയുടെ ഒരു സുപ്രധാന കണ്ണിയാണ് സബ്സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഒരു പ്രദേശത്ത് ഒരു സബ്സ്റ്റേഷൻ വരുമ്പോൾ ആ ഭാഗത്ത് നല്ല ക്വാളിറ്റിയുള്ള വൈദ്യുതി ലഭ്യമാവുന്നു. വൈദ്യുതിയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് വോൾട്ടേജിൽ വ്യതിയാനങ്ങളൊന്നും ഇല്ലാതെ വരുന്ന വൈദ്യുതി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ജനറേറ്റിംഗ് സ്റ്റേഷൻ അടുത്തുള്ള സബ്സ്റ്റേഷനിൽ 11 kV ലഭിക്കുന്ന വൈദ്യുതി വോൾട്ടേജ് വർദ്ധിപ്പിച്ച് 110 kVയോ 220 kVയോ ആക്കി പ്രസരണം നടത്തുന്നു. ഇങ്ങനെ പ്രസരണം നടത്തുന്ന വൈദ്യുതോർജ്ജം മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പാഴാക്കാതെ എത്തിക്കുക എന്നതാണ് സബ്സ്റ്റേഷന്റെ ചുമതല. ഒരു സബ്സ്റ്റേഷനിലേക്ക് സപ്ലൈ വരുന്ന ലൈനുകൾക്കും പോകുന്ന ലൈനുകൾക്കും എല്ലാം കോമൺ ആയിട്ട് ഫീഡറുകൾ എന്നാണ് പറയുന്നത്. പലതരത്തിലുള്ള സബ്സ്റ്റേഷനുകളുണ്ട്. 110 kV സബ്സ്റ്റേഷൻ, 220 kV സബ്സ്റ്റേഷൻ, 66 kV സബ്സ്റ്റേഷൻ, 33 kV സബ്സ്റ്റേഷൻ, ഇങ്ങനെ പല പേരുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എന്താണ് ഈ 110 kV സബ്സ്റ്റേഷൻ അല്ലെങ്കിൽ 33 kV സബ്സ്റ്റേഷൻ എന്നൊക്കെ പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം നോക്കാം. ഒരു സബ്സ്റ്റേഷനിലേക്ക് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന വോൾട്ടേജ് നിരക്കാണ് ഈ 110 kV അല്ലെങ്കിൽ 33 kV എന്ന് പറഞ്ഞ് കാണുന്നത്. അതായത് ആ സബ്സ്റ്റേഷനിലേക്ക് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന വോൾട്ടേജ് വെച്ചിട്ടാണ് ആ സബ്സ്റ്റേഷന്റെ പേര് പറയുക. ഇപ്പോൾ നിങ്ങളിവിടെ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു 33 kV സബ്സ്റ്റേഷനാണ്. ഇവിടെ 33 kV സബ്സ്റ്റേഷൻ എന്ന് പറയാൻ കാരണം ഈ സബ്സ്റ്റേഷനിലേക്ക് വരുന്ന മാക്സിമം വോൾട്ടേജ് എന്ന് പറയുന്നത് 33 kV ആണ്, 33 kV. ഇവിടെ ഈ സബ്സ്റ്റേഷനിൽ മൊത്തം 4 HT ഔട്ട് ഗോയിങ് ഫീഡേഴ്സും അതുപോലെ ഒരു EHT ഔട്ട് ഗോയിങ് ഫീഡറുകളും ഉണ്ട്. അതുപോലെ ഒരു സബ്സ്റ്റേഷൻ ആകുമ്പോൾ ആ സബ്സ്റ്റേഷനിലേക്ക് സപ്ലൈ നൽകുന്ന ഒരു ഇൻകമിങ് ഫീഡർ കൂടി ഉണ്ടാവും. ഇവിടെ ഈ സബ്സ്റ്റേഷനിലേക്ക് ഒരു 110 kV സബ്സ്റ്റേഷനിൽ നിന്നാണ് ഇവിടേക്കുള്ള ഇൻകമിങ് വരുന്നത്. ഇങ്ങനെ കിട്ടുന്ന ഈ സപ്ലൈനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പവർ ട്രാൻസ്ഫോമറുകളും ഉണ്ടാവും. ട്രാൻസ്ഫോമറിന്റെ പ്രൈമറി സൈഡിനും സെക്കൻഡറി സൈഡിനും പ്രത്യേകം കൺട്രോൾ പാനലുകളും ഉണ്ട്. ഓരോ സബ്സ്റ്റേഷനിലും ആ സബ്സ്റ്റേഷന്റെ ആവശ്യത്തിനായി ഒരു സ്റ്റേഷൻ ട്രാൻസ്ഫോമറും അതിന്റെ കൺട്രോളിനായി സ്റ്റേഷൻ ഓക്സിലറി എന്ന പേരിൽ ഒരു കൺട്രോൾ പാനലും ഉണ്ടാവും. ഈ സ്റ്റേഷൻ ഓക്സിലറി എന്ന ഫീഡറിൽ നിന്നാണ് ആ സബ്സ്റ്റേഷനിലേക്കും സബ്സ്റ്റേഷന്റെ കോമ്പൗണ്ടുകളിലേക്കുമുള്ള വൈദ്യുത പ്രസരണം നടത്തുന്നത്. അതുപോലെ തന്നെ ഏതൊരു സബ്സ്റ്റേഷന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ബാറ്ററി റൂം എന്ന് പറയുന്നത്. ദ ഹേർട്ട് ഓഫ് സബ്സ്റ്റേഷൻ എന്നാണ് ബാറ്ററി റൂം പൊതുവെ പറയാറ്. ഒരു സബ്സ്റ്റേഷനിൽ വരുന്ന എല്ലാവിധ കൺട്രോളിങ്ങിന്റെ റിലേസ് അതുപോലെ മീറ്റേഴ്സ് എല്ലാം തന്നെ ഈ DC വോൾട്ടേജിന്റെ ലഭ്യത മൂലമാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെ 110 വോൾട്ട് DC കൃത്യമായ ബാക്കപ്പോടുകൂടി ലഭ്യമായിക്കൊണ്ടിരിക്കും. ഒരു സബ്സ്റ്റേഷനിൽ നിന്നും അതിപ്പോൾ ഏത് സബ്സ്റ്റേഷൻ ആയാലും 110 kV സബ്സ്റ്റേഷൻ ആയാലും 66 kV സബ്സ്റ്റേഷൻ ആയാലും 33 kV സബ്സ്റ്റേഷൻ ആയാലും വൈദ്യുതി കൺസ്യൂമേഴ്സിന്റെ ഏരിയകളിലേക്ക് എത്തുന്നത് 11 kV ആയിട്ടാണ്. ഇവിടെ ഈ സബ്സ്റ്റേഷനിൽ 4 HT ഔട്ട് ഗോയിങ് ഫീഡേഴ്സും ഒരു EHT ഔട്ട് ഗോയിങ് ഫീഡറും ഉണ്ടെന്ന് പറഞ്ഞു. ഈ 4 ഔട്ട് ഗോയിങ് ഫീഡർ എന്ന് പറയുന്നത് 11 kV ആയിട്ടാണ് നമ്മൾ കൺസ്യൂമേഴ്സിന്റെ ഏരിയകളിലേക്ക് സപ്ലൈ ചെയ്യുന്നത്. അതായത് ഈ സബ്സ്റ്റേഷന്റെ ചുറ്റുമുള്ള ഏരിയകളിലേക്ക് 4 ഔട്ട് ഗോയിങ് ഫീഡേഴ്സ് ഉണ്ട്. അതുപോലെ ഈ ഒരു EHT ഫീഡർ എന്ന് പറയുന്നത് വരുന്ന 33 kV സപ്ലൈ അതിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുത്താതെ ആ 33 kV സപ്ലൈ വേറൊരു സബ്സ്റ്റേഷനിലേക്ക് വേറൊരു ഏരിയയിലുള്ള സബ്സ്റ്റേഷനിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്.
കാരണം ഈ ഒരു സബ്സ്റ്റേഷനിൽ നിന്നും ചുറ്റുമുള്ള പ്രദേശങ്ങളിലേക്ക് വൈദ്യുത പ്രസരണം നടത്തുന്നത് പോലെ കുറച്ച് ദൂരെയുള്ള ഭാഗങ്ങളിലേക്ക് വൈദ്യുത പ്രസരണം നടത്തുമ്പോൾ വൈദ്യുതിയുടെ ക്വാളിറ്റി നഷ്ടപ്പെടുന്നു. ആയതുകൊണ്ട് തന്നെ ഒരു നിശ്ചിത ഏരിയ കഴിഞ്ഞാൽ ആ മറ്റൊരു ഭാഗത്തേക്ക് പുതിയൊരു സബ്സ്റ്റേഷൻ വരികയും ആ സബ്സ്റ്റേഷനിൽ നിന്നും ആ ചുറ്റുമുള്ള അടുത്തുള്ള ഏരിയകളിലേക്ക് വൈദ്യുത പ്രസരണം നടത്തുകയും ചെയ്യുന്നത് കൊണ്ട് ആ ഏരിയകളിൽ കൂടുതൽ ക്വാളിറ്റിയുള്ള വൈദ്യുതി സബ്സ്റ്റേഷൻ ഉറപ്പു നൽകുന്നു. ആയതുകൊണ്ട് തന്നെ ഒരു പ്രദേശത്ത് ഒരു സബ്സ്റ്റേഷൻ വരികയാണ് എന്നുണ്ടെങ്കിൽ ആ പ്രദേശത്ത് നല്ല ഗുണനിലവാരമുള്ള ക്വാളിറ്റിയുള്ള വൈദ്യുതി ലഭ്യമാവുന്നു. ഇവിടെ ഇപ്പോൾ ഈ വീഡിയോയിൽ ഒരു സബ്സ്റ്റേഷൻ എന്താണെന്നും സബ്സ്റ്റേഷൻ ഇമ്പോർട്ടൻസും പറഞ്ഞിരുന്ന ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞിരുന്നത്. സബ്സ്റ്റേഷനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ വരും വീഡിയോസിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. തുടരെ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങളിലേക്ക് എത്താനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി ഓണാക്കി വയ്ക്കുക. ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക.